തമ്പാനൂരിലെ എല്ലാ അടുപ്പുകളിലേക്കും പൊങ്കാലടുപ്പുകളിലേക്കും തീ പകർന്നിരിക്കുകയാണ്. ഇപ്പോൾ അത്യധികം ഭക്തി നിർഭരമായ കാഴ്ച. എല്ലാവരും ഒരേ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാറ്റുണ്ട്, തീ സൂക്ഷിക്കണം, അഗ്നി സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രംഗത്തുണ്ട്, NCC കേഡറ്റ്സ് ഉണ്ട്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, അങ്ങനെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം, ഒരു മികച്ച പൊങ്കാല, അതാണ് മുഴുവൻ പേരും ലക്ഷ്യമിടുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതനുസരിച്ച് ഇപ്പോൾ ആളുകൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുന്നു. പലയിടത്തും പൊങ്കാല തിളയ്ക്കുന്ന അവസ്ഥയിലൊക്കെ, ചെറിയ മൺകലത്തിലൊക്കെ പൊങ്കാല ഇട്ടവരുടെ പൊങ്കാല തിളയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. വലിയ പ്രാർത്ഥനയോടെ ഓരോരുത്തരും കൈകൂപ്പി അമ്മയെ വിളിച്ച് ഒരു വർഷത്തെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ഇപ്പോൾ പൊങ്കാല അടുപ്പിൽ തിളച്ചു തൂകുന്നത് ഓരോ വിശ്വാസങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. നമ്മളിപ്പോ കാണുന്ന പൊങ്കാല തിളച്ചു തൂകുന്നത് വലത്തോട്ടാണെങ്കിൽ നല്ലതാണ്, വിചാരിച്ച കാര്യം അതുപോലെ നടക്കും എന്നൊക്കെയുള്ള വലിയ വിശ്വാസങ്ങളുണ്ട്. അപ്പൊ ഓരോ അമ്മമാരും പൊങ്കാല അടുപ്പിൽ തീ പകർന്ന ശേഷം തൊഴുകൈകളോടെ നിൽക്കുന്ന കാഴ്ച, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വലിയ തിരക്ക്. ഓരോ തവണയും പൊങ്കാല ഇടാൻ എത്തുന്നവർ അവരുടെ കൂടെയുള്ളവരെ കൂടി ഒപ്പം കൂട്ടി പൊങ്കാലയ്ക്ക് എത്തുന്ന കാഴ്ച അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ പോലീസ് സന്നാഹമുണ്ട്. പൊങ്കാല നിയന്ത്രിക്കുന്നതിനും മറ്റുമായി സഹായങ്ങൾ ചെയ്യുന്നതിനായി വലിയ പോലീസ് സന്നാഹമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോരുത്തരും തീ പകർന്ന ശേഷം അരി കഴുകി അടുപ്പിലിട്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയാണ്. ഓരോരുത്തരും തങ്ങളിട്ട പൊങ്കാല പായസം അത് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ മന്ത്രങ്ങളാൽ മുഖരിതമാണ് ഇവിടം. ഇതൊരു മെയിൻ റോഡാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറിയിരിക്കുന്നു. അനന്തപുരി എന്ന് പറയാം. ഇവിടെ അല്പസമയം മുമ്പ് പൊങ്കാലയെടുപ്പിൽ തീ കൊളുത്തിയപ്പോൾ അതേ രീതിയിലുള്ള മന്ത്രമുഖരിതമായിരുന്നു ഈ പരിസര പ്രദേശങ്ങളെല്ലാം. നിരവധി പൊങ്കാലയെടുപ്പുകൾ, അത് ഓരോരുത്തരും അവരുടെ പൊങ്കാലയെടുപ്പുകൾക്കരികിൽ നിന്ന് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത്. ഒറ്റക്കലത്തിൽ പൊങ്കാല ഇടുന്നവരുണ്ട്. 1000 കലത്തിൽ 1001 കലം, 101 കലം, അങ്ങനെ പൊങ്കാല പല രീതിയിൽ പല നേർച്ചകളായി നടത്തുന്നവരുണ്ട്. അത് ഓരോ തവണയും വരുമ്പോൾ അവർക്കൊപ്പം മറ്റൊരാളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അമ്മയിലേക്ക് അടുപ്പിക്കുക, ദേവിയിലേക്ക് അടുപ്പിക്കുകയാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം. നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് വെയിലൊന്നു മാറി നിൽക്കുന്ന കാഴ്ച. ഇടയ്ക്കിടെ വലിയ ചൂടുണ്ട്, ഇളം കാറ്റുണ്ട്, എങ്കിൽ പോലും ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പൊങ്കാല അർപ്പിക്കുന്ന മനോഹര ദൃശ്യം, ഭക്തി നിർഭരമായ ദൃശ്യമാണ് തമ്പാനൂരിൽ നിന്നും തരാനുള്ളത്. അടുപ്പുവെട്ട് ചടങ്ങ് പണ്ടാരയടുപ്പിൽ നടന്നത്. തുടർന്ന് ഓരോ അടുപ്പിലേക്കും തീ പടരുകയായിരുന്നു. തീ പകർന്ന ഇപ്പോൾ യാഗശാലയായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പുകമയമാണ് എങ്ങും. ഭക്തി നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. കഠിന വ്രതമെടുക്കുന്നവരുണ്ട്. നൊയമ്പ് നോറ്റ് പൊങ്കാലയിടുന്ന അമ്മമാരുടെ ശ്രദ്ധ ഇപ്പോൾ പൊങ്കാലയിടയിൽ മാത്രമാണ്. അവരുടെ ഓരോരുത്തരുടെയും കലങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പായസം, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശർക്കര പായസം, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പൊങ്കാലയായി നിവേദ്യമായി ദേവിക്ക് സമർപ്പിക്കുന്നതും. നമ്മൾ കാണുന്നത് മൺകലത്തിൽ പൊങ്കാലയിടുന്ന അമ്മമാരെയാണ്. മൺകലത്തിൽ പൊങ്കാലയിടുന്നു. അത്യധികം ചൂട്, ഇവിടെ നിൽക്കാൻ സാധിക്കാത്ത അത്രയധികം ചൂടുണ്ട്. പുകമയമാണ്. എല്ലാ അസ്വസ്ഥതകളെയും മറികടന്നുകൊണ്ട് ഈ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് എല്ലാവരും ഒരുമിച്ചെത്തുമ്പോൾ വലിയ ആവേശം, വലിയ ആഹ്ലാദം. ഇത്തവണ പൊങ്കാലയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം എല്ലാം ഓരോരുത്തരുടെയും മുഖത്തുണ്ട്. നമ്മൾ നേരത്തെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് എത്താൻ. പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തവർ, 1 മാസം മുമ്പ് 2 മാസം മുമ്പൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ
ടിക്കറ്റ് അവസാന നിമിഷമാകുമ്പോൾ ക്യാൻസൽ ആയി പോകുന്നു. പക്ഷെ അവിടെ ഒന്നും അവസാനിക്കാതെ എങ്ങനെയും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള കോഴിക്കോട് നിന്നുള്ള ഒരു അമ്മയൊക്കെ സംസാരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ അത്രത്തോളം ആഗ്രഹിച്ച ഒരു പൊങ്കാല, അത്രത്തോളം ആഗ്രഹിച്ച ഒരു ദിവസം അതാണ് ഇന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോഴിക്കോട് നിന്നും ബസ്സിന് കയറി വരേണ്ട അവസ്ഥയുണ്ടായി. വിചാരിച്ച ഒരു വാഹനവും കിട്ടിയില്ല. കിട്ടിയ ബസ്സിൽ കയറി പൊങ്കാല പാത്രങ്ങളും പൊങ്കാല സാധനങ്ങളും ഒക്കെയായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി എത്രയോ അമ്മമാർ, എവിടെ നിന്നൊക്കെ വന്ന അമ്മമാർ, സഹോദരിമാരാണ് ഇന്നിപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിരിക്കുന്നത്. വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ അവരുടെ മുഖത്തുണ്ട്. ഉദ്യോഗസ്ഥരിലേക്ക് എത്തുമ്പോൾ സുരക്ഷിതമായ പല വകുപ്പുകളുടെ ഏകോപനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല വകുപ്പുകളുടെ ഏകോപനം. ഒപ്പം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, എന്തിനും ഒരു വിളിപ്പുറത്തുണ്ടാകുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, NCC, ഗൈഡ്സ്, അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ സഹായത്തിനും അവരുണ്ട്, ഒരു വിളിപ്പുറത്തുണ്ട്. എല്ലാ അമ്മമാർക്കും വെള്ളം വേണോ, ഭക്ഷണം വേണോ, എന്ത് സഹായത്തിനും, തളർച്ചയുണ്ടെങ്കിൽ വൈദ്യസഹായം, അത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കി നടത്തുകയാണ്. അത്തരത്തിൽ ഓരോരുത്തരും ഇത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, എന്ന് കരുതിക്കൊണ്ട് ആരുടെയും ഉത്തരവില്ലാതെ അല്ലെങ്കിൽ ആരുടെയും ചോദ്യമില്ലാതെ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ തമ്പാനൂരിൽ നിന്ന് കാണുന്നുണ്ട്.